നമ്മളുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് കേടായിട്ടുണ്ടാവും അല്ലേ? ഈ കേടായ സ്വിച്ച് മാറ്റാമെന്ന് വിചാരിച്ചാൽ മാർക്കറ്റിൽ ചെന്നാൽ ഈ പഴയ സ്വിച്ചുകൾ ഇപ്പോൾ കിട്ടാനും ഉണ്ടാവില്ല. എന്നാൽ ഈ സ്വിച്ച് മാറ്റാതെ നമുക്ക് തന്നെ എളുപ്പം ശരിയാക്കി എടുക്കാം, വളരെ സിമ്പിളായിട്ട്. അതിന് ഇലക്ട്രീഷ്യൻ്റെ ആവശ്യം പോലുമില്ല. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കറണ്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള സ്വിച്ചാണോ ആ സ്വിച്ച് ഇരിക്കുന്ന ബോർഡ് സ്ക്രൂ അഴിച്ച് നമ്മൾ ആ ബോർഡ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം, ഇതുപോലെ. അതിനുശേഷം ഇത് ഫോട്ടോയോ വീഡിയോയോ എടുത്തു വെക്കണം. ഏതൊക്കെ വയർ എങ്ങോട്ടാ പോയേക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ഇലക്ട്രീഷ്യന് മാത്രം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഫോട്ടോ എടുത്ത് വെക്കുക. ഈ സ്വിച്ചിൽ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു. ആ ഷീൽഡും കൂടി നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തി ഇളക്കി ഇങ്ങനെ എടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ അടിയിലെ സ്ക്രൂ കാണുള്ളൂ. അതിൽ സ്വിച്ചിലുള്ള സ്ക്രൂവും കൂടി അഴിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ സ്ക്രൂ നമുക്ക് അഴിച്ചെടുക്കാം. സ്ക്രൂ അഴിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓൺ കണ്ടീഷനിലായിട്ട് വെക്കുക ഈ സ്വിച്ച്. അതിനുശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് 2 സ്ക്രൂ കാണാം. ഓൺ കണ്ടീഷനിൽ വെച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓൺ കണ്ടീഷനിൽ വെക്കാൻ പറഞ്ഞത്. 2 സ്ക്രൂവിൽ ഒന്ന് അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു സ്ക്രൂവും കൂടി കാണാം. അത് ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമ്മൾ അത് അഴിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിൽ അത് അഴിക്കാൻ പോവുകയാണ്. സ്ക്രൂ ഞാൻ അഴിച്ചെടുക്കുകയാണ്. അത് അഴിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ അഴുക്ക് കാണും. അതാണ് കോണ്ടാക്റ്റ് കിട്ടാത്തത്. കണ്ടില്ലേ? ഇതിലെന്തോരം അഴുക്കാണെന്ന് നോക്കിയേ. മാറാലയാണോ പ്രാണിയാണോ എന്തൊക്കെ കൂട് കൂട്ടിയതാണെന്ന് അറിയാൻ പാടില്ല. അതായിരുന്നു ഇതിൽ കോണ്ടാക്റ്റ് കിട്ടാതിരുന്നത്. ഇനി നമുക്കിതൊക്കെ തുടച്ച് കളയണം. ഇത് തുടച്ച് കളഞ്ഞതിന് ശേഷം അതിൽ 2 കോണ്ടാക്റ്റ് പോയിൻറ്റുകൾ കാണാം. ഈ 2 കോണ്ടാക്റ്റ് പോയിൻറ്റുകളും നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ആക്സോ ബ്ലേഡിൻ്റെ മുന കൊണ്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് നമ്മൾ അത് ഉരച്ച് കളയണം. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഈ സ്വിച്ചിൻ്റെ ഉള്ളിലും കാണുന്നുണ്ട് ഒരു കോണ്ടാക്റ്റ് പോയിൻറ്റ്. അതും ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കണം. അത് മിനുക്കണം. അതിന് ആക്സോ ബ്ലേഡിൻ്റെ പോയിൻ്റ് അല്ലെങ്കിൽ സാൻഡ് പേപ്പറാ അല്ലെങ്കിൽ കട്ടിംഗ് വീല് പൊട്ടിയതിൻ്റെ കഷ്ണം എന്തെങ്കിലും വെച്ച് നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ക്ലാവ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ പീസ് ഉണ്ടല്ലോ സ്വിച്ചിൻ്റെ ഉള്ളിലിരിക്കണം, ഇത് നമ്മളൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. ഇത് രണ്ടും കൂടിയാണ് കോണ്ടാക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് മിനുക്കിയെടുക്കണം. ഈ ഭാഗം നമ്മൾ നന്നായിട്ട് മിനുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണത്. അത് നമ്മൾ പോകാതെ സൂക്ഷിക്കണം. സാധാരണ എന്തെങ്കിലുമൊക്കെ അഴിച്ച് കഴിയുമ്പോൾ നെട്ടും ബോൾട്ടും കൂടുതൽ വരില്ല, അങ്ങനെ വരരുത്. ഇപ്പോൾ ഈ 2 പോയിൻറ്റും നമ്മൾ മിനുക്കിയെടുത്തിട്ടുണ്ട്. ഈ 2 പോയിൻറ്റുകൾ തമ്മിലാണ് കോണ്ടാക്റ്റ് വരുന്നത്, കണ്ടില്ലേ? അത് രണ്ടും നമ്മൾ ക്ലാവ് കളഞ്ഞ് മിനുക്കിയെടുത്ത് ഇനി കറക്റ്റായിട്ട് അത് അതിലേക്ക് വെച്ചിട്ട് പഴയതുപോലെ ആ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. നമ്മളുടെ പരിപാടി കഴിഞ്ഞ്. ഇതിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞ്. ഇത് നമ്മളിപ്പോൾ കാണിച്ചത് പഴയ ടൈപ്പ് സ്വിച്ചാണ് കേട്ടോ. ഇനി പുതിയ കാലഘട്ടത്തിലെ സ്വിച്ചുകളാണെങ്കിലും നമുക്കിത് കാണിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം. ഇതിലേക്ക് നമ്മൾ സ്ക്രൂ ഇട്ട് ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ്. ഇതിപ്പോൾ ടൈറ്റ് ആണാണ്ടില്ലേ, കുറച്ചിങ്ങനെ അമർത്തുമ്പോൾ ടൈറ്റാണത്. ഇത് നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് വെക്കാനായിട്ടാണ്. സ്ക്രൂ അല്പം ലൂസാക്കി വെച്ചിട്ട് ഇത് സെൻറ്ററിൽ വെച്ചതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ അത് മുട്ടണാണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനത് ഇതുപോലെ സെൻറ്ററാക്കി വെക്കുക. സ്വിച്ച് ഓണും അല്ല ഓഫും അല്ലാത്ത രീതിയിലാക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അഴിച്ച് കഴിഞ്ഞിട്ട് ടൈറ്റായി പോയെന്ന് കംപ്ലൈൻറ്റ് പറയരുത് ആരും. എന്നിട്ട് സ്വിച്ച് ബോർഡിൽ വെച്ച് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ സ്വിച്ച് റെഡിയാണ്. ഇനി വയറുകളൊക്കെ പഴയതുപോലെ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സ്വിച്ച് റെഡി. ഇനി ആ ഷീൽഡില്ലേ, ഷീൽഡ് ഞാൻ അഴിച്ചു മാറ്റി ഷീൽഡ് തിരിച്ച് വെക്കുകയാണ്. ഇതുപോലെ ഷീൽഡ് വെറുതെ പ്രസ് ചെയ്ത് അകത്തേക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഷീൽഡ് രണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ഷീൽഡും വെച്ച് കഴിഞ്ഞു. ഇത് പുതിയ ടൈപ്പ് ഒരു സ്വിച്ചാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സ്വിച്ചാണ്. ഇതിൻ്റെ 2 സൈഡിലും നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ആ സ്വിച്ച് പുറത്തേക്ക് വരും. വളരെ സിമ്പിളായിട്ട് പുറത്തേക്ക് വരും. ഇനി അഥവാ വന്നില്ലെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. സ്വിച്ച് നശിപ്പിച്ച് കേടാക്കിയൊന്നും കളയരുത്. അതിൻ്റെ സൈഡിൽ നമ്മളൊന്ന് ആ ഗ്യാപ്പിൽ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് 2 ഭാഗത്തുനിന്നും പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. ഇത് പുതിയ ടൈപ്പ് സ്വിച്ച് കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ ഒരു കോണ്ടാക്റ്റാണുള്ളത്. ആ കോണ്ടാക്റ്റ് നമ്മൾ അതിലേക്ക് ഇതിലും ഉണ്ട് കോണ്ടാക്റ്റ് പോയിൻറ്റ്.
ഈ കോണ്ടാക്റ്റ് പോയിൻറ്റിൻ്റെ പ്രത്യേകത അതിലും ക്ലാവ് പിടിക്കും. ഇതിപ്പോൾ പുതിയതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ക്ലാവൊന്നും പിടിച്ചിട്ടില്ല, പുതിയ സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം മനസ്സിലായില്ലേ? ഈ കോണ്ടാക്റ്റ് പോയിൻറ്റ് ഇതേപോലെ തന്നെ സ്വിച്ചിൻ്റെ ഉള്ളിലും ഉണ്ടാകും ഒരു കോണ്ടാക്റ്റ് പോയിൻറ്റ്. അത് ഈ പുതിയ സ്വിച്ചിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കയറിയിരിക്കണോണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുള്ളൂ. എന്നിട്ട് അവിടെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? കണ്ടില്ലേ, ആ അറ്റത്ത് കാണുന്നതാണ് കോണ്ടാക്റ്റ് പോയിൻറ്റ്. അത് നമ്മളൊന്ന് സാൻഡ് പേപ്പർ വെച്ച സ്ക്രൂ ഡ്രൈവർ വെച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്വിച്ച് പോലെ തന്നെ നമ്മുടെ സ്വിച്ച് വർക്ക് ചെയ്യും. ഒരു ആളുടെ സഹായം വേണ്ട, നമുക്ക് സ്വയം ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്വിച്ച് മാറ്റി നമ്മളുടെ വീട്ടിലെ സ്വിച്ച് ബോർഡ് വൃത്തികേടാകുകയില്ല പുതിയ സ്വിച്ച് കൊണ്ടെന്ന് വെച്ച്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറണ്ട് ഓഫ് ചെയ്യണം, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായില്ലേ?